ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ജൂനിയർ അക്കൗണ്ടന്റിന്റെ റോളുകളെ കുറിച്ചിട്ടും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടുമാണ്. അപ്പോൾ ഒരു ജൂനിയർ അക്കൗണ്ടന്റിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതേപോലെ തന്നെ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, GST കാണുക, ഇതൊക്കെയാണോ? അല്ല, തീർച്ചയായിട്ടും അല്ല. ഇതിനപ്പുറത്ത് കുറച്ചധികം കാര്യങ്ങൾ തന്നെ എന്താണ് ഒരു ജൂനിയർ അക്കൗണ്ടന്റ് അറിഞ്ഞിരിക്കണം. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെ കുറിച്ചിട്ടാണ് വ്യക്തമായിട്ട് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമുക്ക് മൊത്തത്തിലുള്ള കാറ്റഗറി നമ്മൾക്ക് 4 കാറ്റഗറി ആയിട്ട് നമുക്ക് തിരിക്കാം. അതിൽ ഫസ്റ്റ് വരുന്നത് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. സെക്കൻഡ് വരുന്നത് കറക്റ്റ് അപ്രോച്ച് ടു വർക്ക്. തേർഡ് വൺ പറയുന്നത് തിങ്സ് ടു റിമെമ്പർ. ഫോർത്ത് വൺ പറയുന്നത് വാട്ട് ടു ലേൺ. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ഇതാക്കാം. അപ്പോൾ ഫസ്റ്റിൽ എന്താണ് റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ആണ്. ഒരു അക്കൗണ്ടന്റിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഒരു അക്കൗണ്ടന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, ഒരു അക്കൗണ്ടന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് നമുക്ക് ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉണ്ടായിരിക്കണം. എന്നാലേ നമ്മൾക്ക് നല്ല പ്രോപ്പറായിട്ട് നമ്മൾക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോഴേ നമ്മളൊരു പെർഫെക്റ്റ് അക്കൗണ്ടന്റ് ആയിട്ട് മാറുള്ളൂ. അതായത് മെയിൻ ആയിട്ട് എന്താണ്, നമ്മൾക്ക് ബുക്ക് കീപ്പിംഗ് അറിഞ്ഞിരിക്കണം. അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന ഇടപാടുകൾ, അതായത് ഒരു ബിസിനസ്സിൽ നടക്കുന്ന മണി റിലേറ്റഡ് ആയിട്ടുള്ള ഇടപാടുകൾ റെക്കോർഡ് ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അത് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ നമ്മൾക്ക് ഏതേത് വൗച്ചറുകൾ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മൾ ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ആ സോഫ്റ്റ്വെയറിൻ്റെ കാര്യങ്ങൾ. ഇപ്പോൾ പ്രധാനമായും വലിയ വലിയ സ്ഥാപനങ്ങളിലാവുമ്പോൾ നമ്മളെപ്പോഴും ടാലി ആയിരിക്കും ഉണ്ടായിരിക്കുക. ചെറിയ ചെറിയ സ്ഥാപനങ്ങളാവുമ്പോൾ അവരുടേതായിട്ടുള്ള ലോക്കൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ എക്സലായിരിക്കും ഡാറ്റകളൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഏതാണെന്നുണ്ടെങ്കിലും നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. അതേപോലെ ബാങ്ക് റീകൺസിലിയേഷനും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം ഇന്ന് ബാങ്ക് റിലേറ്റഡ് ആയിട്ടുള്ള എൻട്രീസ് ആണ് കൂടുതലായിട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ ബാങ്ക് റീകൺസിലിയേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെറ്റി ക്യാഷ് ആണ്. അതായത് വലിയ വലിയ ഫേമുകളൊക്കെ ആവുമ്പോൾ അവിടെ മെയിൻ ക്യാഷ് ഉണ്ടായിരിക്കും, അതേപോലെ തന്നെ പെറ്റി ക്യാഷ് ഉണ്ടായിരിക്കും. അതായത് മെയിൻ ക്യാഷ്യർ ഓരോ മാസവും പെറ്റി ക്യാഷിലേക്ക്, എന്താണ് പെറ്റി ക്യാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി എടുക്കുന്ന ചെറിയ ചെറിയ എക്സ്പെൻസുകളൊക്കെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പെറ്റി ക്യാഷ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ ട്രാൻസാക്ഷനൊക്കെ നമ്മൾ പെറ്റി ക്യാഷിലാണ് നമ്മൾ കാണിക്കുക. അപ്പോൾ പെറ്റി ക്യാഷ് അക്കൗണ്ടിങ്ങും നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ബാങ്ക് ചെക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും അറിയണം. നമ്മളിപ്പോൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഫ്റ്റ് അതുപോലെ RGST ഈ ഫോമുകളൊക്കെ നമ്മൾ എങ്ങനെയാണ് ഫില്ല് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോ പേയ്മെൻറ്റും ഏത് രീതിയിലേക്കാണ് കൊടുക്കേണ്ടത്. ടാലിയിൽ നമുക്ക് അങ്ങനെ പല പല മോഡുകൾ നമുക്ക് കാണിക്കും. അത് ഏതിലേക്ക് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കണം. അതേപോലെ പേയ്മെൻറ്റ് ഫോളോ അപ്പ് ചെയ്യണം. അതായത് നമുക്ക് ഒരുപാട് ആൾക്കാർ തരാനുണ്ടായിരിക്കും. നമ്മുടെ ഒരു ബിസിനസ് എങ്ങനെയാണ് കൊണ്ടുപോകണത്, നമുക്ക് കിട്ടാനുള്ള എമൗണ്ട് കറക്റ്റായി തന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളുടെ ബിസിനസ് നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഒരു ബിസിനസ് പറഞ്ഞാൽ എന്താണ്, ക്യാഷിൻ്റെ റോളിംഗ് ആണ്. ലക്ഷക്കണക്കിന് രൂപ നമുക്ക് കിട്ടാനും ഉണ്ടായിരിക്കും, ലക്ഷക്കണക്കിന് രൂപ നമ്മൾ കൊടുക്കാനും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കിട്ടേണ്ട എമൗണ്ട് നമ്മൾ സമയത്ത് നമ്മൾ വാങ്ങിച്ചിരിക്കണം. എന്നാലേ നമ്മൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് സാധനങ്ങൾ അവരുടെ അടുത്ത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ നമുക്ക് ആ വാങ്ങിച്ച സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അങ്ങനെ പോയാൽ മാത്രമാണ് അതിൻ്റെ ഒരു സൈക്കിൾ കറക്റ്റ് ആയിട്ട് വരുള്ളൂ. അപ്പോൾ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ വീണ്ടും നമ്മൾ എന്താണ്, അവരെ ഫോളോ അപ്പ് ചെയ്തിട്ട് പേയ്മെൻറ്റ് വാങ്ങിക്കാൻ നമുക്ക് കഴിയണം. അതേപോലെ തന്നെ അറ്റൻഡൻസ് രജിസ്റ്റർ നമ്മൾ കീപ്പ് ചെയ്യണം, പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ കീപ്പ് ചെയ്തിരിക്കണം. അതേപോലെ ഫിക്സഡ് അസറ്റ് രജിസ്റ്റർ ഉണ്ടായിരിക്കും നമ്മുടെ കമ്പ്യൂട്ടറിൽ. നമ്മളുടെ ബിസിനസ്സിലെ പല പല അസറ്റുകൾ ഉണ്ടായിരിക്കും, കമ്പ്യൂട്ടർ, ഫർണിച്ചർ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതെല്ലാം നമ്മൾ രജിസ്റ്റർ ആയിട്ട് കീപ്പ് ചെയ്യണം. അതിൻ്റെ ഡിപ്രീസിയേഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് കാണിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തിരിക്കണം. അതേപോലെ സാലറി മാനേജ്മെൻറ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. നമുക്ക് ടാലിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പേറോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പേറോളിൽ നമുക്ക് സാലറി മാനേജ്മെൻറ്റ് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു വലിയൊരു മൾട്ടിനാഷണൽ കമ്പനി ആവുമ്പോൾ അവിടെ ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും, 5000 10,000 ഒക്കെ ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ സാലറി നമ്മൾക്ക് പ്രോപ്പറായിട്ട് നമുക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ടാലിയുടെ ഓപ്ഷൻസ് ഒന്നും അറിയില്ല എന്ന് വിചാരിക്കുക, ഞാൻ ടാലി ഓൺലൈൻ ക്ലാസ് നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ബേസിക് ടു അഡ്വാൻസ് വരെ പഠിക്കാം.
അതേപോലെ തന്നെ ഒരു ജൂനിയർ അക്കൗണ്ടന്റ് ഡ്യൂട്ടിയാണ് നമ്മൾ മന്ത്ലി നമ്മളുടെ ഡാറ്റകളൊക്കെ എന്താണ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് കൈമാറുക എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇമെയിൽ വഴി അയക്കാം, അല്ലെങ്കിൽ ബാക്കപ്പ് വഴി അയക്കാം. പക്ഷേ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അത് ചെയ്തിരിക്കണം. അപ്പോൾ നമ്മൾക്ക് അറിയണം നമ്മൾ ചെയ്യേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അറിയണം. അപ്പോൾ ഞാൻ ഇതിനെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ആ വീഡിയോകളൊക്കെ കാണാൻ പറ്റും. ടാലിയിലെ ഒരുവിധം ഓപ്ഷൻസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെ കമ്പനി ക്രിയേഷൻ മുതൽക്ക് പേറോള്, മാനുഫാക്ചറിങ്, TDS, GST ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ ഫസ്റ്റിൽ നമുക്കൊരു ജോലിയിൽ കയറുമ്പോൾ, അപ്പോൾ നമുക്കൊരു ജൂനിയർ അക്കൗണ്ടന്റ് ആയിട്ട് ജോലിയിൽ കയറുന്ന സമയത്ത് നിങ്ങൾ അധികം എക്സ്പെക്ടേഷൻ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കാരണം ഒരുപാട് ഹൈ സാലറി കിട്ടണം എന്നാലേ ഞാൻ ജോലിയിൽ പോവുള്ളൂ, അങ്ങനെയൊന്നും നമ്മൾ വിചാരിക്കാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് പുതിയൊരു ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ അതിൽ പോകുക തന്നെ വേണം എന്നർത്ഥം. അപ്പോൾ അവിടെ സാലറി ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആയിട്ട് എടുക്കരുത്. കാരണം എന്താ വെച്ചാൽ നമുക്ക് അവിടെ നിന്നിട്ട് എക്സ്പീരിയൻസ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം, കാരണം നിങ്ങൾക്കൊന്നും അറിയില്ല, നിങ്ങളൊരു ഫ്രഷറാണ്. അപ്പോൾ ഒരു ഫ്രഷറെ ആരും അത്ര പെട്ടെന്നൊന്നും ജോലിക്ക് എടുക്കില്ല. അപ്പോൾ നിങ്ങൾ എന്താണ് അവിടെ കയറി നിങ്ങൾ ഓരോ കാര്യങ്ങൾ പഠിക്കണം. അപ്പോൾ നമുക്ക് പഠിക്കുമ്പോൾ നമുക്ക് ആദ്യമൊക്കെ ഒരു ടെൻഷൻ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മളുടെ കമ്പനിയിലെ കാര്യങ്ങൾ നമ്മൾ പതിയെ പതിയെ ചെയ്ത് നമ്മൾ പഠിക്കുന്ന അർത്ഥം. അപ്പോൾ ഓരോ കാര്യങ്ങൾ നമുക്ക് ആദ്യം കാണുമ്പോൾ നമുക്കൊരു വെപ്രാളമൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ പഠിച്ചെടുക്കാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതേപോലെ ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം, നിങ്ങളുടെ സീനിയേഴ്സിനോട് ചോദിക്കണം. അതിലൊരു മടിയും കാണിക്കരുത്. വീണ്ടും വീണ്ടും സെയിം മിസ്റ്റേക്കുകൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് വിചാരിക്കുക, അവർ നിങ്ങളെ പറഞ്ഞു വിടുകയാണ് ചെയ്യുക. കാരണം ഇങ്ങനെ ഒരാളെ ആവശ്യമില്ല എന്ന് തോന്നും. നേരെ മറിച്ച് നമ്മൾക്ക് ഉണ്ടാവുന്ന ഡൗട്ടുകൾ നിങ്ങൾ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. നിങ്ങളുടെ സീനിയർ ആൾക്കാരുടെ അടുത്ത് ചോദിച്ചോളൂ. ഇനി മാനേജർ ആണെങ്കിൽ മാനേജർ ആരെടുത്താണോ നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുക അവരെടുത്ത് നിങ്ങൾ ധൈര്യമായിട്ട് ചോദിക്കൂ. എന്നിട്ട് ആ ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് ഇതാക്കൂ. അപ്പോൾ അവർക്കും അതൊരു അപ്രീസിയേഷൻ ആയിട്ട് തന്നെയാണ് തോന്നുക. കാരണം നമ്മൾ തെറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും നല്ലത് എന്താണ്, കറക്റ്റായിട്ട് ചോദിച്ചിട്ട് ചെയ്യലാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ഇമെയിലൊക്കെ അയക്കാൻ നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. ഒരു അക്കൗണ്ടന്റ് ജോലിക്ക് പോകുന്ന സമയത്ത് ഇമെയിലൊക്കെ കറക്റ്റായിട്ട് നമുക്ക് അയക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. നെക്സ്റ്റ് എന്ന് പറയുന്നത് കറക്റ്റ് അപ്രോച്ച് ടു വർക്കാണ്. അതായത് നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം നമ്മളുടെ സ്ഥാപനം ഏത് തരത്തിലുള്ളതാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് കൃത്യമായ ഒരു അവയർനെസ് ഉണ്ടായിരിക്കണം. 3 തരത്തിലുള്ള സ്ഥാപനങ്ങളുണ്ട്. ഒന്ന് ട്രേഡിംഗ് കൺസേൺ ഉണ്ട്, രണ്ടാമത്തതാണെങ്കിൽ മാനുഫാക്ചറിങ് കൺസേൺ ആണ്, മൂന്നാമത്തതാണെങ്കിൽ സർവീസ് ആണ്. അപ്പോൾ ഇതിൽ ഏതാണ് നമ്മുടെ സ്ഥാപനം അത് ജോലിയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ നമ്മൾക്ക് ഓരോ ദിവസവും ടാസ്കുകൾ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ടാസ്കുകളൊക്കെ നമ്മൾ പ്രയോറിറ്റി രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിക്കണം. അതായത് ഒരു ദിവസം ചെയ്തു തീർക്കേണ്ട ജോലികളൊക്കെ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് ടിക്ക് ചെയ്ത് വെക്കണം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാർട്ടേഡ് അക്കൗണ്ടിന് ഡാറ്റ അയച്ചു കൊടുക്കണം. അപ്പോൾ അത് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ അയാൾക്ക് അത് GST ഒക്കെ ഫയൽ ചെയ്യാനുണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആ ഡേറ്റ് ഉണ്ടായിരിക്കും, ആ ഡേറ്റിന് മുമ്പേ തന്നെ അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റി വൈസ് ആയിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങൾ വിട്ടുപോകില്ല. നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെക്കുക എന്നൊരു പ്രവണത അവിടെ ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഒരു അക്കൗണ്ടന്റ് എപ്പോഴും എന്താണ്, അപ്ഡേറ്റ് ആയിട്ട് തന്നെ പോകണം. അതേപോലെ തന്നെ അക്കൗണ്ടന്റ് ഇമെയിലിനൊക്കെ കറക്റ്റായിട്ട് തന്നെ റിപ്ലൈ കൊടുത്തിരിക്കണം. അതായത് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ടി ചോദിക്കുകയാണ് അയാളുടെ ബാലൻസ് എത്രയാണ്, ഇപ്പോൾ സോ ആൻഡ് സോ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ബാലൻസുകൾ എത്രയാണ്. അപ്പോൾ നമ്മൾ എന്താണ് കറക്റ്റായിട്ട് തന്നെ റിപ്ലൈ കൊടുക്കണം. ഐ വിൽ ചെക്ക്, എന്നിട്ട് സീനിയേഴ്സുമായിട്ട് ആലോചിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ അതിന് റിപ്ലൈ നമ്മൾ നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം. അതായത് ചുരുക്കി പറഞ്ഞാൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അക്കൗണ്ടന്റിന് ഉണ്ടായിരിക്കണം. അതേപോലെ ഒരു ഇൻവോയ്സ് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു പർച്ചേസിൻ്റെ ബില്ല് വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കൊരു സ്റ്റോക്ക് ഐറ്റം ഇപ്പോൾ ഒരു സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ബില്ല് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ആ സ്റ്റോക്ക് നമ്മുടെ ഫേമിന് വന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ആ ഇൻവോയ്സ് നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് പാടുള്ളൂ, നമ്മുടെ സോഫ്റ്റ്വെയറിലേക്ക് നമ്മൾ കയറ്റാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, ആ സ്റ്റോക്ക് നമ്മളെ ഉണ്ടായിരിക്കില്ല. അപ്പം നമ്മളത് വിളിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യണം. അതായത് സ്റ്റോർ കീപ്പറോട് നമ്മൾ ചോദിക്കണം, ഈ ഒരു ഇൻവോയ്സുകളൊക്കെ നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ടോ, ഈ സ്റ്റോക്കുകളൊക്കെ വന്നിട്ടുണ്ടോ എന്നതിന് ശേഷം മാത്രമാണ് ആ ഇൻവോയ്സ് നമ്മൾ അടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അതേപോലെ നെക്സ്റ്റ് പോയിന്റ് ആണ് ഡോക്യുമെന്റേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പ്രോപ്പറായി നമ്മൾ ഓരോ ഡോക്യുമെന്റ്സും ഫയലിംഗ് ചെയ്തിരിക്കണം. ഓരോന്നിനും ഓരോ ഫയലുകൾ വെക്കണം. പർച്ചേസിനൊരു ഫയല്, സെയിൽസിനൊരു ഫയല്, പേയ്മെന്റിനൊരു ഫയല്, ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ളതിനൊരു ഫയല്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾക്കൊരു ഓർഡർ ഉണ്ടായിരിക്കുള്ളൂ.
അതായത് ഒരു അക്കൗണ്ടന്റ് എന്താണ് എപ്പോഴും നീറ്റായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാ ബില്ലുകളും പ്രോപ്പറായി അതാത് ഫയലുകളിൽ വെക്കണം. നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും എടുക്കാവുന്ന തരത്തിലായിരിക്കണം. അതായത് ചിലപ്പോൾ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഏതെങ്കിലും ഒരു ബില്ലുകളുടെയൊക്കെ ആവശ്യം വരിക. അപ്പോൾ അതൊക്കെ നമുക്ക് എടുക്കണം. അപ്പോൾ അതൊക്കെ നമുക്ക് സമയത്ത് തന്നെ എടുക്കാൻ പറ്റണം. അതുമല്ല ഓഡിറ്റർക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഡാറ്റകളെല്ലാം പ്രോപ്പറായി ഫയൽ ചെയ്ത് നമ്മൾ പിൻ ചെയ്തിട്ട് വെക്കണം. അപ്പോൾ ഡോക്യുമെന്റേഷൻ എന്താണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് പറഞ്ഞാൽ തിങ്സ് ടു റിമെമ്പർ ആണ്. അതായത് നമ്മുടെ ഡാറ്റയൊക്കെ നമ്മൾ സെക്യൂർഡ് ആയിട്ട് വെക്കണം. അതായത് കാര്യങ്ങളൊക്കെ എന്താണ് ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് വെക്കണം. നമ്മൾ ചില കാര്യങ്ങളെ പറയാൻ പറ്റാത്തുള്ള കാര്യം ഉണ്ടായിരിക്കും. പുറമെ എല്ലാവരോടും പറയാൻ പറ്റാത്തുള്ള കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ വെക്കണം. എല്ലാ സ്റ്റാഫുകളോടും ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഹൈലി കോൺഫിഡൻഷ്യൽ ആയിട്ട് ഡാറ്റകൾ അത് അങ്ങനെ തന്നെ നമ്മൾ വെക്കണം. അതേപോലെ നമ്മൾ ബില്ലുകളുടെ ആണെന്നുണ്ടെങ്കിൽ അടിക്കുന്ന സമയത്ത് എല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ കൊടുക്കണം. അതായത് GST നമ്പർ, ഇൻവോയ്സ് നമ്പർ, ഡേറ്റ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രോപ്പറായി അടിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പിന്നീട് നമുക്ക് എടുത്തു നോക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. ഇപ്പോൾ ടാലിയിലാണെന്നുണ്ടെങ്കിൽ നല്ല തരത്തിലൊരു ഡാറ്റ ഫിൽറ്ററിംഗ് ഓപ്ഷൻ ടാലിയിലുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ 2-3 കൊല്ലം മുമ്പ് ചെയ്തു വെച്ചിട്ടുള്ള എൻട്രീസ് എല്ലാം നമ്മൾക്ക് റീബാക്ക് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നരേഷൻ ആണെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ നല്ല രീതിയിലൊരു ഫിൽറ്ററിംഗ് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ എൻട്രീസിനും നിർബന്ധമായിട്ടും എന്താണ് നരേഷനൊക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ എൻട്രി എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്താണ് ലാസ്റ്റ് പോയിന്റ് എന്താണ് വാട്ട് ടു ലേൺ. നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഒരു അക്കൗണ്ടന്റ് ആവണമെങ്കിൽ എന്തെല്ലാം പഠിക്കണം? അപ്പോൾ ആദ്യം നമ്മൾ ടാലി തന്നെ നമ്മൾ പഠിച്ചിരിക്കണം. അതായത് ടാലി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഏത് സോഫ്റ്റ്വെയറും നമ്മൾക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ എക്സൽ നമുക്ക് അറിഞ്ഞിരിക്കണം. പിന്നെ മാനുവലായിട്ട് അക്കൗണ്ടിങ്ങിന്റെ റൂൾസ് നല്ല രീതിക്ക് അറിഞ്ഞിരിക്കണം. അതായത് ബേസിക് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്, അതിനെക്കുറിച്ച് നല്ലൊരു അവയർനെസ് നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ ടാലിയിൽ എങ്ങനെയാണ് നമ്മൾ ഓരോ വൗച്ചർ എൻട്രി ചെയ്യുക, അതേപോലെ തന്നെ നമ്മൾ എങ്ങനെ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യും, അതേപോലെ തന്നെ GST എങ്ങനെയാണ് ചെയ്യുക, TDS, ഈ കാര്യങ്ങളൊക്കെ നമ്മൾക്ക് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിൽ ഒരു കാര്യം മാത്രം അറിഞ്ഞാൽ പോരാ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. എല്ലാ കാര്യങ്ങളും കൂടി ആയാലാണ് നമ്മൾക്ക് അതിലൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കുള്ളൂ. കാരണം നിങ്ങളൊരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ പഠിച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ പതിയെ പഠിച്ചിട്ടാണ് നിങ്ങൾ ഉയരത്തിലേക്ക് നിങ്ങൾ കയറി പോകുക. അപ്പോൾ പഠിക്കാൻ പറ്റുന്ന ഒന്നും നിങ്ങൾ ഒഴിവാക്കരുതെന്നർത്ഥം. എത്രത്തോളം കൂടുതൽ ലേണിംഗ് നിങ്ങൾ ഉണ്ടാക്കണോ അത്രത്തോളമാണ് നിങ്ങൾക്ക് ഈ ഒരു ഫീൽഡിൽ നിങ്ങൾക്കുള്ള ഇമ്പ്രൂവ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യവും ഇതിലൂടെ പറയട്ടെ കേട്ടോ. അതായത് നിങ്ങളുടെ നല്ല നല്ല കമൻറ്റുകളാണ് കേട്ടോ എനിക്ക് വീഡിയോ ചെയ്യാനുള്ള ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് നന്ദി എല്ലാവരോടും. ഒരുപാട് നന്ദി. കഴിഞ്ഞ ദിവസം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ചേച്ചിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ് എന്ന്. അതായത് എന്തും ചെയ്യാൻ എനിക്ക് പറ്റുമെന്നൊരു തോന്നല്. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തോന്നിയ ഒരു കമൻറ്റായിരുന്നു അത്. താങ്ക് യു സോ മച്ച്. അങ്ങനെ ഒരു കമൻറ്റ് മാത്രമല്ല, ഒരുപാട് പേരുടെ അങ്ങനെ കമൻറ്റുകൾ വരാറുണ്ട്. എല്ലാത്തിനും ഞാൻ എനിക്ക് പറ്റുന്ന കമൻറ്റിനൊക്കെ ഞാൻ റിപ്ലൈയും കൊടുക്കാറുണ്ട്. ഒരുപാട് സന്തോഷം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.